ഹായ് ചങ്ങാതീസ്. അപ്പോൾ ഇന്നത്തേത് എൻ്റെ ഒരു മിനി വ്ളോഗാണ് കേട്ടോ. ഇതെൻ്റെ ഫ്രണ്ടാണ് ആര്യ. ഞങ്ങൾ എംകോമിന് ഒരുമിച്ച് പഠിച്ചതാണ്. ഞങ്ങളുടെ ഒരു മ്യൂച്വൽ ഫ്രണ്ടിന് ഹൗസ് വാമിംഗ് ആണ് ഈ വരുന്ന സൺഡേ. അപ്പോൾ അവൾക്കുള്ളൊരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. തൃശ്ശൂർ ഹൈ റോഡിലുള്ള ചെറുവത്തൂർ ഗിഫ്റ്റ് ഹൗസിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഒരുപാട് ഗിഫ്റ്റുകളും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് നമ്മൾ ഷോ പീസ് നോക്കാനാണ് ഈ ഒരു സൈഡിലേക്ക് വന്നത്. അപ്പോഴാണ് ഈ ഒരു പൂച്ചക്കുട്ടി എൻ്റെ കണ്ണിൽ പെട്ടത്. പിന്നെ ഒന്നും നോക്കിയില്ല, ചേട്ടാ എടുത്ത് പാക്ക് ചെയ്തോളിന്ന് പറഞ്ഞ്. അപ്പോൾ ആ പൂച്ചക്കുട്ടീനെ ഞാനങ്ങ് മേടിച്ചു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സോ ക്യൂട്ട്, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇത് നമുക്ക് കാറിലൊക്കെ ഷോ പീസായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഒരു ഫിലിമിനാണ് പോയത്. ഫിലിം ആക്ച്വലി നമ്മുടെ പ്ലാനിങ്ങിൽ ഇല്ലായിരുന്നു. എന്നിരുന്നാൽ കൂടിയിട്ടും കണ്ട സന്തോഷത്തിൽ എന്നാൽ പിന്നെ ഒരു ഫിലിമിന് പോയേക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും, പിന്നെ ഞങ്ങളുടെ തന്നെ വേറൊരു മ്യൂച്വൽ ഫ്രണ്ട് ഉണ്ട്, വരുൺ എന്നാ പേര്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടിയിട്ടാണ് കേട്ടോ സിനിമയ്ക്ക് പോയത്. പിന്നെ സിനിമയ്ക്ക് കയറുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാൻ വെള്ളം വാങ്ങിച്ചായിരുന്നു, കാരണം ഫുഡ് മുക്കിയെങ്കിൽ. പിന്നെ നമ്മൾ രാഗം തിയേറ്ററിലാണ് കേട്ടോ, തൃശ്ശൂർ രാഗം തിയേറ്ററിലാണ് പോയത്. തൃശ്ശൂരുകാർക്ക് അറിയാം, നമ്മുടെ രാഗം തിയേറ്ററിൽ ഫിലിം തുടങ്ങുന്നതിന് മുമ്പ് ഈ ഒരു കർട്ടൻ റേസർ വിത്ത് മ്യൂസിക് ഉണ്ട്. നല്ല രസമാണ് കേട്ടോ കേൾക്കാനായിട്ട്. കേട്ടിട്ടുള്ളവർ കണ്ടിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞേക്കണേ, നമ്മുടെ തൃശ്ശൂരുകാരുടെ രാഗം തിയേറ്ററിൻ്റെ ഈ മ്യൂസിക്കൽ കർട്ടൻ റേസറിൻ്റെ എഫക്റ്റ് എന്താണെന്ന്. പിന്നെ ഞങ്ങൾ കാണാൻ പോയത് കുഞ്ചാക്കോ ബോബൻ്റെ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞ മൂവിയായിരുന്നു. അടിപൊളി മൂവിയാണ്, ഡോൺ മിസ് ഇറ്റ്. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, പ്രത്യേകിച്ച് പെൺകുട്ടികളുള്ളവർക്ക് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ പോപ്കോൺ വാങ്ങിച്ചു. സിനിമയ്ക്ക് പോയാൽ പോപ്കോൺ ഇല്ലാതെ എന്താഘോഷം അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഈ ഇൻ്റർവെല്ലിൻ്റെ ഇടയിൽ തന്നെ എമ്പുരാൻ്റെ ടീസർ ഉണ്ടായിരുന്നു കേട്ടോ. അതും അടിപൊളിയായിരുന്നു. പിന്നെ അങ്ങനെ അത് കഴിഞ്ഞ് വന്ന് ഞാൻ കുട്ടികളെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്ത് അവർക്ക് പഴംപൊരി വേണമെന്ന് പറഞ്ഞു. മോൾക്ക് പഴംപൊരി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ കട. ഈ ചേട്ടനും അമ്മയും കൂടിയാണ് കേട്ടോ നടത്തുന്നത്. അങ്ങനെ അവൾക്കുള്ള പഴംപൊരി വാങ്ങിക്കാനായിട്ട് അവിടെ നിൽക്കുമ്പോഴാണ് ഒരു കുഞ്ഞി കാക്ക റോഡിൻ്റെ സൈഡിൽ നിൽപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആ കാക്ക തന്നെ പതുക്കെ റോഡിൻ്റെ നടുവിലേക്ക് കയറി. ഏതോ ഒരു വണ്ടി വന്ന് ഒരൊറ്റ ഇടി, പാവം ചത്തുപോയി. സോ സാഡ്, ഭയങ്കര വിഷമമായി അത് കണ്ടപ്പോൾ. ഞാൻ കുറേ കാക്കകൾ വട്ടോട്ടം നിൽക്കുന്നുണ്ടായിരുന്നു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, പക്ഷേ ആരും എടുക്കുകയും ഒന്നും ചെയ്തില്ല. എനിക്കും എടുക്കാൻ പേടിയായിരുന്നു. അതൊരു സങ്കടകരമായിട്ട് തോന്നി. അങ്ങനെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. തട്ട ബൈ.